ക്രിക്കറ്റ് ദൈവത്തിന്റെ കൈപിടിച്ച് സഞ്ജു സാംസൺ. ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ മലയാളി കരുത്ത്. ക്രിക്കറ്റ് ലോകം ദൈവമായി ആരാധിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ അവതാരമായി സഞ്ജു വിശ്വനാഥ് സാംസൺ പിറവിയെടുത്തിരിക്കുന്നു. 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം വികാരാധീനനായി സഞ്ജു വെളിപ്പെടുത്തിയത് തന്റെ ഈ സ്വപ്നതുല്യമായ കുതിപ്പിന് പിന്നിൽ സച്ചിൻ എന്ന ഇതിഹാസത്തിന്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു എന്നാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി താൻ സച്ചിൻ സാറുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രതിസന്ധികളിൽ തനിക്ക് കരുത്തായതെന്നും സഞ്ജു പറഞ്ഞു. ന്യൂസിലൻഡിനെതിരായ പരമ്പരയ്ക്ക് ശേഷം മാനസികമായി തകർന്നുപോയ തനിക്ക് മുന്നിൽ ദൈവം തുറന്ന പുതിയ വഴിയായിരുന്നു ഈ ലോകകപ്പ്. 2024 ലോകകപ്പിൽ ടീമിലുണ്ടായിരുന്നിട്ടും ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കാത്തതിന്റെ വേദന ഉള്ളിലൊതുക്കിയാണ് സഞ്ജു കഠിനാധ്വാനം ചെയ്തത്. ഒരു ഘട്ടത്തിൽ ടീമിലെ സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും നായകൻ സൂര്യകുമാർ യാദവിൽ നിന്ന് പരിഹാസം കലർന്ന ചിരി നേരിടേണ്ടി വന്നപ്പോഴും സഞ്ജു തളർന്നില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തോൽവിക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു പിന്നീട് കണ്ടത് വിശ്വരൂപമായിരുന്നു. വിൻഡീസിനെതിരായ നിർണായക മത്സരത്തിൽ 97 റൺസുമായി ഇന്ത്യയുടെ രക്ഷകനായ സഞ്ജു സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെയും തകർത്താടി. ഫൈനലിൽ 46 പന്തിൽ നിന്ന് 5 ഫോറുകളുടെയും 8 സിക്സറുകളുടെയും അകമ്പടിയോടെ സഞ്ജു അടിച്ചുകൂട്ടിയ 89 റൺസ് ഒരു ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ്. മർലോൺ സാമുവൽസിന്റെയും കെയ്ൻ വില്യംസിന്റെയും റെക്കോർഡുകൾ പഴങ്കഥയാക്കിയ ഈ ഇന്നിംഗ്സ് ഇന്ത്യയെ 256 എന്ന കൂറ്റൻ സ്കോറിലെത്തിച്ചു. 159 റൺസിന് കിവീസിനെ ചുരുട്ടിക്കെട്ടിയ ഇന്ത്യ ലോക കിരീടത്തിൽ മുത്തമിടുമ്പോൾ നരേന്ദ്രമോദി സ്റ്റേഡിയം ഒന്നടങ്കം ആർത്തുവിളിച്ചത് ആ മലയാളി താരത്തിന്റെ പേരായിരുന്നു. അപമാനഭാരത്താൽ തലകുനിച്ചു നിന്ന ഒരു ഭൂതകാലത്തെ വെട്ടിമാറ്റി ലോക ക്രിക്കറ്റിലെ പുതിയ ബ്രാൻഡായി സഞ്ജു സാംസൺ മാറിക്കഴിഞ്ഞു. സച്ചിൻ എന്ന ഇതിഹാസം വിതച്ച ആത്മവിശ്വാസത്തിന്റെ വിത്തുകൾ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വിളവെടുപ്പായി മാറിയിരിക്കുന്നു.